വെൽക്കം ബാക്ക്. +1 കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിലെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാലൻസ് ബോണ്ട് തിയറി പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പ്രപ്പോസ്ഡ് ബൈ F. Hunt and R.S. Mulliken in 1932. And important postulates of this molecular orbital theory are: first point, in molecule, electrons are present in orbitals called molecular orbitals. Just as in atoms, electrons are present in atomic orbitals. First postulate is, in molecule, electrons are present in orbitals called molecular orbitals. Just as in atoms, electrons are present in atomic orbitals. ആറ്റത്തിലെ ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റലിൽ ഉണ്ടാവുന്ന പോലെ തന്നെ മോളിക്യൂൾസിൽ ഇലക്ട്രോൺസ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. Then the second point, molecular orbitals are formed by the combination of atomic orbitals of similar energy and same symmetry. ഒരേ എനർജിയും സിമിട്രിയുമുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുക. സോ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ആൻഡ് സെയിം സിമിട്രി. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. Third postulate, in an atomic orbital, electrons are influenced by one nucleus, while in a molecular orbital, the electrons are influenced by all nuclei present in the molecule. അല്ലെങ്കിൽ നമുക്ക് പറയാം അറ്റോമിക് ഓർബിറ്റൽ മോണോസെൻട്രിക് ആണ്, വൈൽ മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് പോളിസെൻട്രിക്. ഒരു മോളിക്കുലാർ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനെ അതിലുള്ള എല്ലാ ന്യൂക്ലിയസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതേസമയം അറ്റോമിക് ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിനെ അതിൻ്റെ ഒരു ന്യൂക്ലിയസ് മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. സോ അറ്റോമിക് ഓർബിറ്റൽ മോണോസെൻട്രിക് ആണ്, ഒരു സെൻറ്ററേ ഉള്ളൂ. മോളിക്കുലാർ ഓർബിറ്റൽ എന്താണ്? പോളിസെൻട്രിക് ആണ്. അപ്പോൾ നമ്മൾ 3 പോസ്റ്റുലേറ്റ് പറഞ്ഞു. ഇൻ മോളിക്യൂൾ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ് ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സെയിം എനർജി ആൻഡ് സെയിം സിമിട്രി. ദെൻ മൂന്നാമത്തെ എന്താണ്? മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് പോളിസെൻട്രിക് വൈൽ അറ്റോമിക് ഓർബിറ്റൽ ഈസ് മോണോസെൻട്രിക്. ദ നെക്സ്റ്റ് പോയിന്റ്, number of molecular orbital formed is equal to number of atomic orbitals that are combining. എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നോ അത്രയും മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. നമ്മൾ ഹൈബ്രിഡൈസേഷനിൽ പറഞ്ഞതുപോലെ ഇവിടെ എത്ര അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നോ അത്രയും നമ്പർ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. ഇപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ 2 മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യും. And one molecular orbital is formed by addition of atomic orbitals, and another molecular orbital is formed by subtraction of atomic orbitals. ഇപ്പോൾ 2 അറ്റോമിക് ഓർബിറ്റൽ കൂടി ചേർന്നാൽ 2 മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവും. ഒന്ന് അറ്റോമിക് ഓർബിറ്റലിൻ്റെ അഡീഷനിലൂടെ ഫോം ചെയ്യുന്നു, രണ്ടാമത്തത് അറ്റോമിക് ഓർബിറ്റലിൻ്റെ സബ്സ്ട്രാക്ഷനിലൂടെ ഫോം ചെയ്യുന്നു. അങ്ങനെ 2 മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക. When 2 atomic orbitals are combining, it forms 2 molecular orbitals. And the molecular orbital formed by addition, that is called a bonding molecular orbital. അഡീഷനിലൂടെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലിന് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ BMO എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഓർ BMO. ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോംഡ് ബൈ സബ്സ്ട്രാക്ഷൻ, that is called ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ AMO എന്ന് റെപ്രസെൻ്റ് ചെയ്യും. സോ മോളിക്കുലാർ ഓർബിറ്റൽ ഫോംഡ് ബൈ അഡീഷൻ ഈസ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആൻഡ് ഫോംഡ് ബൈ സബ്സ്ട്രാക്ഷൻ ഈസ് കോൾഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. അപ്പോൾ 4ാമത്തെ പോയിൻ്റ് എന്താണ്? നമ്പർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോംഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ആർ കമ്പൈനിങ്. 2 atomic orbitals are combining, it forms 2 molecular orbitals. One is called bonding, another is called anti-bonding molecular orbitals. And next point, the bonding molecular orbitals formed by addition, that is more stable,
or having lower energy than atomic orbitals. While antibonding molecular orbitals are less stable or they having higher energy than the corresponding atomic orbitals. എന്താണ് അഡീഷനിലൂടെ ഉണ്ടാകുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ എനർജി കുറവായിരിക്കും, അല്ലെങ്കിൽ അത് കൂടുതൽ സ്റ്റേബിളാണ്. അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ സ്റ്റേബിളാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. അതേസമയം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിന് എനർജി കൂടുതലാണ്, അല്ലെങ്കിൽ ദേ ആർ ലെസ് സ്റ്റേബിൾ ദാൻ ദി അറ്റോമിക് ഓർബിറ്റൽസ്. അതായത് ബോണ്ടിങ്ങിന് എത്ര എനർജി കുറയുന്നോ അതിനനുസരിച്ച് ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും. അതിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അറ്റോമിക് ഓർബിറ്റലിൻ്റെ എനർജി ആയിരിക്കും. അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് അഡീഷനിലൂടെ കമ്പൈൻ ചെയ്ത് ബോണ്ടിങ് ആവും, അതിൻ്റെ എനർജി കുറവും, അതിനനുസരിച്ച് ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി കൂടുതലുമായിരിക്കും. അതുപോലെ സ്റ്റെബിലിറ്റി, ബോണ്ടിങ് സ്റ്റേബിളാണ്, ആൻറ്റി ബോണ്ടിങ് ലെസ് സ്റ്റേബിളാണ് കമ്പയർഡ് ടു അറ്റോമിക് ഓർബിറ്റൽസ്. സോ ദി ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് the bonding molecular orbitals are of lower energy and more stable than atomic orbitals, while antibonding molecular orbitals are of higher energy and less stable than atomic orbitals. Then, sixth point, what is atomic orbital? It is a region of space around nucleus where there is maximum probability of finding electron. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഇലക്ട്രോണെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയ്ക്കാണ് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയാം. Similarly, molecular orbitals are region of space around the nuclei of atoms in a molecule where there is maximum probability of finding electron. Just as atomic orbital represents the region of space where there is maximum probability of finding electron around one nucleus, molecular orbital represents the region of space around nuclei of atoms in a molecule where there is maximum probability of finding electron. ഒരു മോളിക്യൂളിലുള്ള ന്യൂക്ലിയസുകൾക്ക് ചുറ്റും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റലിൽ പറയാം. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ അറ്റോമിക് ഓർബിറ്റൽ ഈസ് ബേസ്ഡ് ഓൺ സം റൂൾസ്. ഏതൊക്കെയാണ്? അഫ്പോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അതായത് അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത് ഈ 3 റൂൾസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അഫ്പോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ആൻഡ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അഫ്പോ പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീസ്. അറ്റോമിക് ഓർബിറ്റലിൻ്റെ എനർജി ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുക. ആൻഡ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ് ഓൾസോ. ഇൻ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ the electrons are filled in various molecular orbitals in the increasing order of energies. മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് എനർജി ഇൻക്രീസിങ് ഓർഡറിലാണ്. സിമിലർലി ദി ഹൺസ് റൂൾ എന്താണ്? പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഇൻ ആൻ ഓർബിറ്റൽ അണ്ടിൽ ഓൾ ഓർബിറ്റൽസ് ഇൻ ദി സബ് ലെവൽ ആർ സിംഗ്ലി ഒക്യുപ്പൈഡ്. ഒരു സബ് ലെവലിലുള്ള അല്ലെങ്കിൽ ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് എല്ലാം സിംഗ്ലി ഒക്യുപ്പൈഡ് ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യലി ഒക്യുപ്പൈഡ് ആയിട്ട് മാത്രമേ ഇലക്ട്രോൺ പെയർ ചെയ്യപ്പെടുന്നുള്ളൂ. ഒരു സബ് ലെവലിലുള്ള ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് എല്ലാം ഹാഫ് ഫിൽഡ് ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിട്ട് മാത്രമാണ് ഇലക്ട്രോൺ പെയറിങ് നടക്കുക. ദാറ്റ് ഈസ് ഹൺസ് റൂൾ. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് അണ്ടിൽ ഓൾ ഓർബിറ്റൽസ് ഇൻ എ സബ് ലെവൽ ആർ സിംഗ്ലി ഒക്യുപ്പൈഡ്. That is applicable in molecular orbital configuration also. Electron pairing take place until all molecular orbitals having same energy are singly occupied. Then third rule, Pauli's exclusion principle. എന്താണ്? No two electrons in an atom can have same set of all the 4 quantum numbers. 2 ഇലക്ട്രോണിന് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് വരില്ല. ക്വാണ്ടം നമ്പേഴ്സ് നിങ്ങൾ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിക്കുന്നുണ്ട്. അപ്പം എന്താണ്? ഒന്നിലധികം ഇലക്ട്രോൺസിന് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് വരുന്നില്ല. അതിവിടെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിലും ആപ്ലിക്കബിൾ ആണ്.
ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണാണ്, പോളി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിളിൽ നിന്നാണ് വരിക. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണിനെ പറ്റും. അപ്പോൾ ആ 2 ഇലക്ട്രോണിന് ഡിഫറെൻറ്റ് ക്വാണ്ടം നമ്പേഴ്സ് ആയിരിക്കും. No 2 electrons in an atom in an orbital can have same set of quantum numbers. 2 ഇലക്ട്രോണിന് ഒരേ സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് വരില്ല. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ് ഓൾസോ. ദാറ്റ് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. എന്തൊക്കെയാണ് പോസ്റ്റ്ലേറ്റ്സ്? ഇൻ മോളിക്യൂൾ ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ മോളിക്കുലാർ ഓർബിറ്റൽസ്. രണ്ടാമത്തത്, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സിമിലർ എനർജി ആൻഡ് സെയിം സിമിട്രി. ദെൻ തേർഡ് എന്തായിരുന്നു? മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക് വൈൽ അറ്റോമിക് ഓർബിറ്റൽസ് ആർ മോണോസെൻട്രിക്. ദെൻ ഫോർത്ത്, number of molecular orbital formed is equal to number of atomic orbitals that are combining. And fifth, energy of bonding molecular orbitals are of lower energy or more stable than atomic orbitals, while anti-bonding molecular orbitals are of higher energy or less stable than atomic orbitals. അടുത്ത എന്താണ്? Just as electron probability distribution around the nucleus of an atom is given by atomic orbital, the electron probability around the nuclei of atoms involved in a molecule is called molecular orbitals. Electron filling in molecular orbital is in accordance with the upper principle, Pauli's exclusion principle and Hund's rule. That are the postulates of molecular orbital theory. Then we can explain the combination of atomic orbitals, how atomic orbitals are combining. That is explained by a method called LCAO method. That is linear combination of atomic orbital method. In LCAO method, atomic orbitals are called wave functions. In wave mechanics, atomic orbitals are called wave functions, represented as psi. Psi എന്നുള്ള ഒരു സിമ്പൽ ഉപയോഗിച്ച് വേവ് ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യും. And molecular orbitals are formed by the linear combination of wave functions or atomic orbitals. Atomic orbital തന്നെയാണ് വേവ് ഫംഗ്ഷൻസ് പറയുക. അപ്പോൾ അറ്റോമിക് ഓർബിറ്റലിൻ്റെ ലീനിയർ കോമ്പിനേഷനിലൂടെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഫോർമേഷൻ നമുക്ക് പറയാം. H2. ഹൈഡ്രജൻ മോളിക്യൂളിലെ 2 ഹൈഡ്രജൻ ആറ്റത്തിനെ HA ആൻഡ് HB എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. And the wave functions are represented as psi A and psi B. Atomic orbitals അല്ലെങ്കിൽ wave functionsനെ psi A and psi B എന്ന് represent ചെയ്യാം. Then according to LCAO method or linear combination of atomic orbital, molecular orbitals are formed by the linear combination of this psi A and psi B. So bonding molecular orbital psi BMO, bonding molecular orbital is formed by addition of psi A and psi B, psi A plus psi B. An antibonding molecular orbital is formed by subtraction of psi A and psi B. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, molecular orbital psi MO is equal to psi A plus or minus psi B എന്ന് പറയാം. That is LCAO method. മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാകുന്നത് അറ്റോമിക് ഓർബിറ്റലിൻ്റെ ലീനിയർ കോമ്പിനേഷനിലൂടെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഇപ്പോൾ ഓർബിറ്റലിനെ വേവ് ഫംഗ്ഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഹൈഡ്രജൻ്റെ 2 ഓർബിറ്റൽസിനെ psi A and psi B എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, വേവ് ഫംഗ്ഷൻസ്. ഈ 2 വേവ് ഫംഗ്ഷൻസ് ആഡ് ചെയ്തോ സബ്സ്ട്രാക്റ്റ് ചെയ്തോ ആണ് 2 മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുക. psi മോളിക്കുലാർ ഓർബിറ്റൽ ഈസ് psi A plus or minus psi B. ഇനി അഡീഷൻ ഓഫ് വേവ് ഫംഗ്ഷൻസ്, വേവ് മെക്കാനിക്സിലാണ് നമ്മൾ വേവ് ഫംഗ്ഷൻസിന് അഡീഷൻ പറയാം. അപ്പം വേവ് ഫംഗ്ഷൻസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദി കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓഫ് വേവ്സ്. ഇറ്റ് ഈസ് ഇൻ്റർഫറൻസ്, ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേവ്സ്. വേവ്സ് കമ്പൈൻ ചെയ്യുന്നതാണ് ഇൻ്റർഫറൻസ് പറയാം. വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് തമ്മിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇപ്പോൾ ഒരു വേവ് ഇങ്ങനൊരു ലൈനിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഒരു ഹൈറ്റ് ഓഫ് ദി ക്രസ്റ്റ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദി ട്രഫ്.
എന്താണ് ക്രസ്റ്റ് എന്ന് പറയാം, ഇത് ട്രഫ്, ഇതിൻ്റെ ഹൈറ്റിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വേവ്സ് കൂടി ചേർന്നാണ് ആഡ് ചെയ്യപ്പെട്ടാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ ഫോം ചെയ്യുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ദി വേവ്സ് ആർ റീഇൻഫോഴ്സിങ് ഈച്ച് അതർ, ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആൻഡ് ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൽ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും, ബിഗ്ഗർ വേവ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അതാണ് അഡീഷണൽ റെപ്രസെൻ്റ് അല്ലെങ്കിൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി സബ്സ്ട്രാക്ഷനിലൂടെ കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓർ സബ്സ്ട്രാക്ഷൻ ദി വേവ്സ് ആർ ക്യാൻസലിങ് ഈച്ച് അതർ ആൻഡ് ഇറ്റ് ചേഞ്ചസ് ടു എ സ്മോൾ വേവ്. രണ്ട് വേവ്സ് കൂടി ചേരുമ്പോൾ അത് പരസ്പരം ക്യാൻസൽഡ് ആയിട്ട് ഒരു ചെറിയ വേവായിട്ട് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് പറയാം. ഇറ്റ് ചേഞ്ചസ് ടു എ സ്മോൾ വേവ്. രണ്ട് വേവ്സ് കൂടി ചേരുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ ഒരു വേവായിട്ട് ചേഞ്ച് ചെയ്യുന്നു, സ്മോൾ വേവായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. അപ്പം വേവ്സിൻ്റെ കോമ്പിനേഷനിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനാണ് അഡീഷൻ എന്ന് പറയുക. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈസ് കോൾഡ് സബ്സ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ദാറ്റ് റിസൾട്ട്സ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ദാറ്റ് ഈസ് LCAO മെത്തേഡ്, ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ മെത്തേഡ്സ്. നമ്മൾ നേരത്തെ ഒരു പോസ്റ്റ്ലേറ്റിൽ പറഞ്ഞു, ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിന് എനർജി കുറവാണ്, അല്ലെങ്കിൽ മോർ സ്റ്റേബിളാണ് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ. അതേസമയം ആൻറ്റി ബോണ്ടിങ് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ എനർജി കൂടുതലാണ്, അല്ലെങ്കിൽ ലെസ് സ്റ്റേബിളാണ്. അതെന്തുകൊണ്ടായിരിക്കും? നമുക്ക് രണ്ട് 1s ഓർബിറ്റൽസിൻ്റെ കോമ്പിനേഷനാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് 1s ഓർബിറ്റൽസ് ആഡ് ചെയ്തുണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോൺസ്, ന്യൂക്ലിയസുകൾക്കിടയിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഏറ്റവും മാക്സിമം ആവുക. ആ പിക്ചറിൽ നോക്കിയാൽ ന്യൂക്ലിയസിനിടയിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ആവുക. സോ ദി ഇലക്ട്രോൺസ് ആർ ഇൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ദേ ആർ അട്രാക്റ്റഡ് ബൈ ബോത്ത് ന്യൂക്ലിയൈ. ഇപ്പോൾ രണ്ട് ന്യൂക്ലിയസും ആ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, അത് കൂടുതൽ സ്റ്റേബിൾ ആവുന്നു. എനർജി കുറഞ്ഞ് അത് കൂടുതൽ സ്റ്റേബിൾ ആവും. അതാണ് 1s ഓർബിറ്റൽസ് ചേർന്നുണ്ടാവുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. അതിൻ്റെ പ്രത്യേകത, അതിൽ ഇലക്ട്രോൺസ് ആർ ബിറ്റ്വീൻ ദി ന്യൂക്ലിയസ് ആൻഡ് ആർ അട്രാക്റ്റഡ് ബൈ ബോത്ത് ന്യൂക്ലിയസ്. സോ ദേ ആർ മോർ സ്റ്റേബിൾ ഓർ ഹാവിങ് ലോവർ എനർജി. ഇനി അതേസമയം ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ നോക്കൂ. സബ്സ്ട്രാക്ഷനിലൂടെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസിൽ എന്താണ്, ന്യൂക്ലിയസ് ഈസ് ക്ലോസിങ് ഈച്ച് അതർ. രണ്ട് ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസുകൾ അടുത്തടുത്താണ്. ഇലക്ട്രോൺ പ്രോബബിലിറ്റി ന്യൂക്ലിയസിൽ നിന്നും ഡിസ്റ്റൻസിലേക്കാണ്, അല്ലേ, ന്യൂക്ലിയസിൽ നിന്നും ദൂരേക്കാണ് ഇലക്ട്രോൺ പ്രോബബിലിറ്റി വരിക. സോ ദി ന്യൂക്ലിയസ് ആർ ക്ലോസിങ്, സോ ദർ ഈസ് ഹൈ റിപ്പൾഷൻ. ആ ന്യൂക്ലിയസുകൾക്കിടയിൽ ഒരു നോഡാണുള്ളത്. നോഡ് എന്ന് പറഞ്ഞാൽ എന്താ, വേർ ദർ ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഈസ് 0. ന്യൂക്ലിയസിനിടയിൽ ഒരു നോഡൽ പ്ലെയിൻ ആണ്, അവിടെ ഇലക്ട്രോൺ പ്രോബബിലിറ്റി 0 ആണ്. സോ ദി ന്യൂക്ലിയസ് ആർ ക്ലോസിങ് ഈച്ച് അതർ, സോ ദർ ഈസ് ഹൈ റിപ്പൾഷൻ. അതാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിന് ഹയർ എനർജിയാണ്, അല്ലെങ്കിൽ ലെസ് സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ എനർജി കൂടുതലാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിന്. അതേസമയം ബോണ്ടിങ്ങിൽ എനർജി കുറവാണ്. അപ്പോൾ അതിൻ്റെ എനർജി ഡയഗ്രാം, എനർജി ഓഫ് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ പ്ലോട്ടഡ് ഇൻ ദി എനർജി ലെവൽ ഡയഗ്രാം, അല്ലെങ്കിൽ അത് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം എന്ന് പറയും. എനർജി ലെവൽ ഡയഗ്രാം അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. അതിൽ നോക്കുക, രണ്ട് സൈഡിലും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് അറ്റോമിക് ഓർബിറ്റലാണ്. ഇനി അല്ലെങ്കിൽ അതിൻ്റെ വേവ് ഫംഗ്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യാം. നടുക്കുള്ളത് എന്താണ്, മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. സിഗ്മ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിനെയാണ്. അവിടെ അതിൻ്റെ എനർജി അറ്റോമിക് ഓർബിറ്റൽസിനെ അപേക്ഷിച്ച് എനർജി കുറവാണ്, അല്ലേ, അല്ലെങ്കിൽ അത് കൂടുതൽ സ്റ്റേബിളാണ്. അതേസമയം സിഗ്മ സ്റ്റാർ റെപ്രസെൻറ്റ്സ് ആൻറ്റി ബോണ്ടിങ്. അത് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പറയും. അപ്പോൾ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിന് എനർജി എന്താണ്, അറ്റോമിക് ഓർബിറ്റലിനേക്കാൾ എനർജി കൂടുതലാണ്. ദാറ്റ് ഈസ് ദി എനർജി ലെവൽ ഡയഗ്രാം. അറ്റോമിക് ഓർബിറ്റലും മോളിക്കുലാർ ഓർബിറ്റലും എനർജിക്ക് അഗെയിൻസ്റ്റ് പ്ലോട്ട് ചെയ്യുന്നതാണ് എനർജി ലെവൽ ഡയഗ്രാം. So that is the linear combination of atomic orbital methods. Molecular orbital formation explain ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് LCAO method. ഇനി നമുക്ക് what are the conditions for forming molecular orbitals? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റലിൻ്റെ ലീനിയർ കോമ്പിനേഷനിലൂടെയാണ്. എങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുക?
First condition, atomic orbitals of similar energy combines to form molecular orbitals. ഒരേ എനർജിയുള്ള അല്ലെങ്കിൽ ഏതാണ്ട് സിമിലർ എനർജിയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താലേ മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യും. അതായത് ഒരു 1s ഒരിക്കലും 2sമായി കമ്പൈൻ ചെയ്ത് മോളിക്കുലാർ ഓർബിറ്റലാവാൻ പറ്റില്ല. ഇപ്പോൾ രണ്ട് ആറ്റത്തിൻ്റെ 1s ഓർബിറ്റൽസിൽ തമ്മിൽ കമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ 2s ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യണം. ഒരു 1sഉം 2sഉം കൂടി കമ്പൈൻ ചെയ്താൽ അത് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യില്ല. സോ ഓർബിറ്റൽസ് ഓഫ് സിമിലർ എനർജി കമ്പൈൻസ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, കമ്പൈനിങ് ഓർബിറ്റൽ ഷുഡ് ബി ഓഫ് സെയിം സിമിട്രി. ഒരേ സിമിട്രി ഉള്ള ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യണം. സിമിട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെയുള്ള ഓർബിറ്റൽസ് ആയിരിക്കണം. ഇപ്പോൾ രണ്ട് പി ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ PX, PY, PZ 3 ടൈപ്പ് പി ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ എ PX ഷുഡ് കമ്പൈൻ വിത്ത് അനദർ PX ഓർ PY ഷുഡ് കമ്പൈൻ വിത്ത് അനദർ PY. അതായത് ഒരേപോലെയുള്ള ഒരേ ഡയറക്ഷനിലുള്ള ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യണം. XYZ ആക്സിസിൽ കൂടിയാണ് ഈ ഓർബിറ്റൽസ് ഓറിയൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡയറക്ഷനിലുള്ള ഓർബിറ്റൽ അതുപോലെയുള്ള അടുത്ത ഓർബിറ്റലുമായിട്ടാണ് കമ്പൈൻ ചെയ്യുക. സോ ഓർബിറ്റൽസ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഷുഡ് കമ്പൈൻ, അല്ലെങ്കിൽ പറയാം ഓർബിറ്റൽസ് ഓഫ് സെയിം സിമിട്രി കമ്പൈൻസ്. ഒരു PXനും PZനും കൂടി കമ്പൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരേ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ സെയിം സിമിട്രി ഉള്ള ഓർബിറ്റൽസ് ആയിരിക്കണം കമ്പൈൻ ചെയ്യേണ്ടത്. Then the third point, the combining orbitals should overlap to the maximum extent. മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യാൻ വേണ്ടി അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അത് പരമാവധി മാക്സിമം ഓവർലാപ്പ് ചെയ്താണ് മോളിക്കുലാർ ഓർബിറ്റൽ ഫോം ചെയ്യുക. കമ്പൈനിങ് ഓർബിറ്റൽസ് ഷുഡ് ഓവർലാപ്പ് ടു ദി മാക്സിമം എക്സ്റ്റെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? Combining orbital should be of similar energy, same symmetry and should overlap to the maximum extent. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ബോണ്ട് കോവലന്റ് ബോണ്ടിൽ നമ്മൾ സിഗ്മ ആൻഡ് പൈ ബോണ്ട് പറയുന്നു. അതുപോലെ ഇവിടെയും മോളിക്കുലാർ ഓർബിറ്റൽസിൽ ടൈപ്പ് ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് ദേ ആർ ഓഫ് 2 ടൈപ്പ്, സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് ആൻഡ് പൈ മോളിക്കുലാർ ഓർബിറ്റൽസ്. സിഗ്മ ആൻഡ് പൈ മോളിക്കുലാർ ഓർബിറ്റൽസ്. Sigma molecular orbital is symmetrical around bond axis. ബോണ്ട് ആക്സിസിൽ സിമെട്രിക്കൽ ആയിട്ടുള്ളതാണ് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറയാം. എന്താണ് ബോണ്ട് ആക്സിസ്? രണ്ട് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ന്യൂക്ലിയസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസാണ് ബോണ്ട് ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ബോണ്ട് ആക്സിസിൽ സിമെട്രിക്കൽ ആയിട്ടുള്ളതാണ് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് ആക്സിസിലൂടെ മോളിക്യൂളിനെ രണ്ട് ഹാഫായിട്ട് കട്ട് ചെയ്താൽ അതിൻ്റെ അപ്പർ ഹാഫും ലോവർ ഹാഫും സിമിലർ ആയിരിക്കണം, സിമെട്രിക്കൽ ആയിരിക്കണം. അതാണ് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ്. ദാറ്റ് ഈസ് സിമെട്രിക്കൽ അറൗണ്ട് ദി ബോണ്ട് ആക്സിസ്. അതേസമയം പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് ദേ ആർ അൺസിമെട്രിക്കൽ അറൗണ്ട് ദി ബോണ്ട് ആക്സിസ്. പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് അതിനെ ബോണ്ട് ആക്സിസിൽ ബോണ്ട് ആക്സിസിലൂടെ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബോണ്ട് ആക്സിസിൻ്റെ അപ്പർ ഹാഫും ലോവർ ഹാഫും അൺസിമെട്രിക്കൽ, ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സൈന്, പ്ലസും മൈനസും ഡിഫറെൻറ്റ് സൈൻ വരുന്നതാണ് പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് എന്ന് പറയാം. സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽ ആർ സിമെട്രിക്കൽ, അല്ലെങ്കിൽ അപ്പർ ആൻഡ് ലോവർ ഹാഫ് ഒരേ സൈൻ ആയിരിക്കും, ഒരേ ഷേപ്പും ഒരേ സിമെട്രിക്കലായിരിക്കും, എല്ലാ റെസ്പെക്റ്റിലും അത് സിമെട്രിക്കലായിരിക്കും. വൈൽ ഇൻ പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് ദേ ആർ അൺസിമെട്രിക്കൽ അറൗണ്ട് ദി ബോണ്ട് ആക്സിസ്. നമുക്ക് നോക്കാം. നമുക്കിവിടെ പഠിക്കാനുള്ളത് 1s 2s 2p കോമ്പിനേഷനാണ്. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ മാത്രമാണ്, അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ അതിലൂടെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? 1s ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത് അഡീഷനിലൂടെ കമ്പൈൻ ചെയ്താൽ ദാറ്റ് ഫോംസ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ, സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽ. രണ്ട് 1s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽ ബോണ്ട് ആക്സിസിൽ സിമെട്രിക്കലാണെന്ന് നോക്കി. അതിൻ്റെ രണ്ടിൻ്റെയും ന്യൂക്ലിയസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസാണ് ബോണ്ട് ആക്സിസ്. അതിൽ കൂടി ദാറ്റ് ഈസ് സിമെട്രിക്കൽ, അപ്പർ ആൻഡ് ലോവർ ഹാഫ് പോസിറ്റീവാണ്, ഒരേപോലെയാണ്. സോ ദാറ്റ് ഈസ് സിമെട്രിക്കൽ അറൗണ്ട് ബോണ്ട് ആക്സിസ്. ഇപ്പോൾ എസ് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതെപ്പോഴും സിഗ്മ മോളിക്കുലാർ ഓർബിറ്റലാണ് ഫോം ചെയ്യുക, ദാറ്റ് ഈസ് സിമെട്രിക്കൽ അറൗണ്ട് ദി ബോണ്ട് ആക്സിസ്. അതുപോലെ തന്നെ 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താലും
that is also symmetrical around bond axis, forming sigma molecular orbitals. അതിൽ സിഗ്മ ആൻഡ് സിഗ്മ സ്റ്റാർ റെപ്രസെൻ്റ് ചെയ്യുന്ന സിഗ്മ എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആൻഡ് സ്റ്റാർ റെപ്രസെൻറ്റ്സ് ആൻറ്റി ബോണ്ടിങ്. സോ സിഗ്മ സ്റ്റാർ ഈസ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോംഡ് ബൈ സബ്സ്ട്രാക്ഷൻ. ഇപ്പോൾ 1s ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ്. അതുപോലെ 2s കമ്പൈൻ ചെയ്താൽ സിഗ്മ 2s ആൻഡ് സിഗ്മ സ്റ്റാർ 2s ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ്. ഇനി നമുക്ക് 2p ഓർബിറ്റൽസിൻ്റെ കോമ്പിനേഷൻ നോക്കാം. 2p എന്ന് പറയുമ്പോൾ 2px 2py 2pz അങ്ങനെ 3 ടൈപ്പ് p ഓർബിറ്റൽസ് ഉണ്ട്. ഈ 3 p ഓർബിറ്റൽസും ഡിഫറെൻ്റ് ആക്സിസിൽ കൂടി ഓറിയൻറ്റ് ചെയ്യുന്നു. ദേ ആർ എക്സാക്ട്ലി ഇക്വലൻറ്റ്. നമുക്ക് ഏത് ആക്സിസിനെയും എക്സ് വൈ ഇസഡ് ആക്സിസ് എന്ന് പറയാം. പക്ഷേ ദി ഇസഡ് ആക്സിസ് ഈസ് അസ്യൂംഡ് ടു ബി ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. ഇപ്പം എല്ലാവരും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇസഡ് ആക്സിസിനെ നമ്മൾ ഇൻ്റർന്യൂക്ലിയർ ആക്സിസായിട്ട് അസ്യൂം ചെയ്യുന്നു. ഇസഡ് ആക്സിസ് ഈസ് അസ്യൂംഡ് ടു ബി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആൻഡ് സോ the combination of 2p z orbitals results sigma molecular orbitals. ഇസഡ് ആക്സിസിനെ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുക്കുമ്പോൾ 2 p ഓർബിറ്റൽ ഇസഡ് ആക്സിസിൽ കൂടി അപ്രോച്ച് ചെയ്ത് 2 pz ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് സിമെട്രിക്കൽ അറൗണ്ട് ദി ബോണ്ട് ആക്സിസ്. നോക്കുക, അതിൻ്റെ അപ്പർ ആൻഡ് ലോവർ ഹാഫ് എക്സാക്ട്ലി സിമെട്രിക്കലാണ്. സോ ദി pz കോമ്പിനേഷനിലൂടെ ഉണ്ടാകുന്ന അഡീഷനിലൂടെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലിന് സിഗ്മ 2pz എന്ന് പറയാം. ദാറ്റ് ഈസ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ഇനി അത് സബ്സ്ട്രാക്റ്റ് ചെയ്തുണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽ നോക്കൂ, അവിടെയും അതിൻ്റെ അപ്പർ ആൻഡ് ലോവർ ഹാഫ് എക്സാക്ട്ലി സിമിലർ ആണ്, അല്ലേ, സിമെട്രിക്കലാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ സിഗ്മ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇപ്പോൾ pz ഓർബിറ്റൽ അത് അസ്യൂം ചെയ്യുന്നതാണ്. pz ഓർബിറ്റൽ ഈസ് അസ്യൂംഡ് ടു ബി ലൈയിങ് അലോങ് ദി ഇൻ്റർന്യൂക്ലിയർ ആക്സിസ്. അങ്ങനെയാകുമ്പോൾ pxും pyയും ദേ ആർ perpendicular to the z axis, mutually perpendicular to the z axis. So px and py forms pi molecular orbitals. They are perpendicular to the internuclear axis, and when these p orbitals are px and py are combining, 2 px തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെയാണ്? സിമെട്രിക്കലാണോ? ഓക്കെ, അപ്പർ ഹാഫും ലോവർ ഹാഫും ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ അൺസിമെട്രിക്കലാണ്, സൈൻ ഡിഫറെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് അൺസിമെട്രിക്കൽ അറൗണ്ട് ദി ബോണ്ട് ആക്സിസ്. സോ ദാറ്റ് ഈസ് എ പൈ മോളിക്കുലാർ ഓർബിറ്റൽ. 2 px കമ്പൈൻ ചെയ്തുണ്ടാകുന്നത് പൈ മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. പൈ px ആൻഡ് ആൻറ്റി ബോണ്ടിങ് ആകുമ്പോൾ പൈ സ്റ്റാർ px. ബോണ്ടിങ്ങിന് പൈ എന്നും ആൻറ്റി ബോണ്ടിങ്ങിന് പൈ സ്റ്റാർ എന്നും റെപ്രസെൻ്റ് ചെയ്യും. സോ px ഓർബിറ്റൽ ഓൾവേസ് ഫോംസ് പൈ മോളിക്കുലാർ ഓർബിറ്റൽസ്. അതുപോലെ py കമ്പൈൻ ചെയ്താലും ദാറ്റ് ഈസ് പെർപെൻഡിക്കുലാർ ടു px ആൻഡ് pz. സോ ദാറ്റ് ഓൾസോ ഫോംസ് പൈ മോളിക്കുലാർ ഓർബിറ്റൽസ്. സോ ദാറ്റ് ഈസ് ദി ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോംഡ് ബൈ 1s 2s ആൻഡ് 2p ഓർബിറ്റൽസ്. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഏതൊക്കെയാണ്? BMO, sigma 1s, then sigma 2s ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആണ്. പിന്നെ ഏതാണ് വരിക? 2pയിൽ സിഗ്മ 2pz. പിന്നെ ഏതാണ് ബോണ്ടിങ് വരിക? പൈ 2px, പൈ 2py. ദാറ്റ് ആർ ദി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇനി ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് AMOs ഏതൊക്കെയാണ്? സിഗ്മ സ്റ്റാർ 1s, സിഗ്മ സ്റ്റാർ 2s, സിഗ്മ സ്റ്റാർ 2pz, then പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py. ഇപ്പം എന്താണ്? 1s 2s ആൻഡ് 2p ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആൻഡ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. 1s ഫോം ചെയ്യുന്ന ബോണ്ടിങ് സിഗ്മ 1s, ആൻറ്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ 1s. 2sൻ്റേത് സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. p ഓർബിറ്റൽസിൻ്റേത് z ആക്സിസ് ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് ആണ്, അത് സിഗ്മയാണ് ഫോം ചെയ്യുക. സോ സിഗ്മ 2pz ആൻഡ് സിഗ്മ സ്റ്റാർ 2pz.
ഈ പി എക്സും പി വൈയും പെർപെൻഡിക്കുലർ ആണ്. ദേ ആർ ഫോമിങ് പൈ മോളിക്കുലാർ ഓർബിറ്റൽസ്, പൈ 2px ആൻഡ് പൈ സ്റ്റാർ 2px, ബോണ്ടിങ് ആൻഡ് ആൻറ്റി ബോണ്ടിങ്. അതുപോലെ 2pyയുടേത് പൈ 2py ആൻഡ് പൈ സ്റ്റാർ 2py. Then these molecular orbitals can be arranged in the energy increasing order. ഇപ്പോൾ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റലിൽ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യണമെങ്കിൽ അത് ഓഫ് പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇത് മൂന്നിനെയും ബേസ് ചെയ്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ എനർജി ഇൻക്രീസിങ് ഓർഡർ, ദറ്റ് ഇസ് കോൾഡ് ആൽഫ ഓർഡർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഈ ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ എനർജി ഇൻക്രീസിങ് ഓർഡർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എനർജി, ഏറ്റവും ലോവസ്റ്റ് എനർജി ഉള്ളത് 1s ഓർബിറ്റൽസ് ആണ്, സിഗ്മ 1s ആൻഡ് സിഗ്മ സ്റ്റാർ 1s. ഇപ്പോൾ എനർജി ഇൻക്രീസിങ് ഓർഡറിൽ ഏറ്റവും ബോണ്ടിങ് ആണ് ഏറ്റവും സ്റ്റേബിൾ ആവുക. സോ സിഗ്മ 1s ഏറ്റവും എനർജി കുറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 2 ഇലക്ട്രോൺ ഈ സിഗ്മ 1sൽ എൻ്റർ ചെയ്യും. പിന്നെ അടുത്ത ഓർബിറ്റൽ ഏതാണ്? അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ 1s. ഇതൊരു എക്സ്പെരിമെൻ്റലി പ്രൂവ്ഡ് ആയിട്ടുള്ള എനർജി ഇൻക്രീസിങ് ഓർഡറാണ്. അടുത്തത് 2s, സിഗ്മ 2s, ദെൻ കം സിഗ്മ സ്റ്റാർ 2s. ഇവിടെ വരെ ഒരു ചേഞ്ചും ഇല്ല. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, ദെൻ സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇനി ബാക്കിയുള്ള പി ഓർബിറ്റൽസിൽ ഓക്സിജൻ മോളിക്യൂൾ വരെ ആദ്യമുള്ള സെക്കൻഡ് പീരീഡ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പീരീഡ് എലമെൻസിൻ്റെ മോളിക്യൂൾസിൽ ഓക്സിജൻ മോളിക്യൂൾ വരെ എനർജി ഇൻക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ പി ഓർബിറ്റൽസിൽ നെക്സ്റ്റ് എനർജി വരിക പൈ 2px ആൻഡ് പൈ 2py. ഈ 2 മോളിക്കുലാർ ഓർബിറ്റലിനാണ് അടുത്ത എനർജി വരിക. പൈ 2px, അതിന് രണ്ടിനും സെയിം എനർജിയാണ്. പൈ 2px ദേ ആർ എക്സാക്ട്ലി ഈക്വലൻറ്റ് ആൻഡ് സെയിം എനർജി, പൈ 2px ഈക്വൽ ടു പൈ 2py. ഈ 2 മോളിക്കുലാർ ഓർബിറ്റലിനും സെയിം എനർജിയാണ്. അതിനുശേഷമാണ് സിഗ്മ വരിക, സിഗ്മ 2pz, സിഗ്മ 2pz. ദെൻ ഇനി ഇതിന് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് എടുക്കുമ്പോൾ ഇതാണ് 3 ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. അതിൻ്റെ എനർജി ഓർഡറും ആദ്യം പൈ സ്റ്റാർ വരും, പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഇവിടെ ഇത് രണ്ടിനും സെയിം എനർജിയാണ്, 2pxനും 2pyക്കും സെയിം എനർജിയാണ്. Then last sigma star 2pz. That is the energy increasing order of molecular orbitals up to oxygen molecule. Oxygen molecule വരെ ഈ എനർജി ഇൻക്രീസിങ് ഓർഡർ ആണ്, അല്ലെങ്കിൽ ഇതാണ് ആൽഫ ഓർഡർ, എനർജി ഇൻക്രീസിങ് ഓർഡർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇതിനനുസരിച്ചാണ് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുക. ഓക്സിജൻ മോളിക്യൂൾ വരെയുള്ള മോളിക്യൂൾസിൽ ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത് ഈ ഒരു ഓർഡറിലാണ്. അപ്പം ഈ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുമ്പോൾ ഹൺസ് റൂൾ ഇവിടെയാണ് വരിക. അതായത് ഈ പൈ 2pxലും പൈ 2pyയിലും ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ഇത് രണ്ടും പാർഷ്യലി ഫിൽഡ്, ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ വന്നതിന് ശേഷം മാത്രമേ ഇലക്ട്രോൺ പെയർ ചെയ്യൂ. കാരണം ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് പാർഷ്യലി ഫിൽഡായിട്ട് ഇലക്ട്രോൺ പെയറിങ് നടക്കും. അതുപോലെ ഇവിടെയും ഇത് രണ്ടിലും ഓരോ ഇലക്ട്രോൺ വന്നിട്ട് മാത്രമേ 2 ഇലക്ട്രോൺ സെൻറ്റർ ചെയ്യൂ. ഇനി പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരിക? ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണേ പറ്റൂ എന്ന് പറയുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. കാരണം 2 ഇലക്ട്രോൺ ഒരിക്കലും ഒരേ സെറ്റ് ക്വാണ്ടം നമ്പേഴ്സ് വരില്ല. സോ അൻ ഓർബിറ്റൽ ക്യാൻ ഇൻക്ലൂഡ് ഓൺലി 2 ഇലക്ട്രോൺസ്. അപ്പോൾ ഇതിലേത് ഓർബിറ്റൽ എടുത്താലും അതിൽ 2 ഇലക്ട്രോണേ പറ്റും. ദാറ്റ് ഈസ് എനർജി ഇൻക്രീസിങ് ഓർഡർ അപ് ടു ഓക്സിജൻ മോളിക്യൂൾ. ഇനി ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ മോളിക്യൂളിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, ഒരു വേരിയേഷൻ ഉണ്ട്. ഇൻ O2 and F2 the energy order is sigma 1s, then sigma star 1s, then sigma 2s, sigma star 2s. ഇവിടെ വരെ ചേഞ്ച് ഒന്നുമില്ല. പിന്നെ ഒരു ചേഞ്ച് ഉള്ളത് ഈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലാണ് ഡിഫറൻസ് വരിക. നെക്സ്റ്റ് കംസ് സിഗ്മ 2pz, then comes pi 2px equal to pi 2py. ഇനി ആൻറ്റി ബോണ്ടിങ് ഈ ഓർഡറിൽ തന്നെയാണ്, പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, ദെൻ സിഗ്മ സ്റ്റാർ 2pz. അപ്പോൾ എന്താണ് ഓക്സിജനിലും ഫ്ലൂറിലും ഉള്ള ഡിഫറൻസ് എന്താണ്? 2p ഓർബിറ്റൽസിൻ്റെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ എനർജി ഓർഡറിലാണ് വ്യത്യാസമുള്ളത്.
ഇവിടെ സിഗ്മ 2pzന് മുൻപ് പൈ 2px ആൻഡ് പൈ 2py ആണെങ്കിൽ ഓക്സിജൻ ആൻഡ് ഫ്ലൂറിനിൽ എന്താണ് ഫസ്റ്റ് സിഗ്മ 2pz ദെൻ പൈ 2px ആൻഡ് പൈ 2py. ഡിഫറൻസ് നന്നായി മനസ്സിലാക്കി വെക്കണം. ഈ ഓർഡർ പഠിക്കണം, എനർജി ഇൻക്രീസിങ് ഓർഡർ. അപ്പോൾ ഇതിനനുസരിച്ചാണ് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുക ഓക്സിജനിലും ഫ്ലൂറിലും. ദാറ്റ് ഈസ് എ ഹാഫ് ഓർഡർ ഓഫ് ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇനി നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ നോക്കാം. ഡിഫറെൻറ്റ് ഡയാറ്റോമിക് മോളിക്യൂൾസിൽ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ. അപ്പോൾ അതിനു മുൻപ് ഈ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്നും നമുക്ക് മോളിക്യൂൾസിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് കിട്ടും. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് കോൺഫിഗറേഷൻ പറയാം. അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്നും ഇങ്ങനെ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്നും കിട്ടുന്ന ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ്. ഒന്ന്, അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് മോളിക്യൂൾ. മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇഫ് എൻ ബി റെപ്രസെൻറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എത്ര ബോണ്ടിങ് ഇലക്ട്രോൺ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എൻ ബി റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് ആൻഡ് Na represents number of anti-bonding electrons. മോളിക്യൂളിൽ ഉള്ള ബോണ്ടിങ് ഇലക്ട്രോണിൻ്റെ നമ്പർ NB, ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോണിൻ്റെ നമ്പർ Na. Then for predicting stability, if number of bonding electron NB is greater than Na, molecule is stable. ബോണ്ടിങ് ഇലക്ട്രോണിൻ്റെ എണ്ണം ആൻറ്റി ബോണ്ടിങ്ങിനേക്കാൾ കൂടുതലാണെങ്കിൽ മോളിക്യൂള് സ്റ്റേബിൾ ആയിരിക്കും. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ. If NB, number of bonding electron, is greater than anti-bonding electron, molecule is stable. ഇപ്പോൾ കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് സ്റ്റെബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാം. ബോണ്ടിങ് ഇലക്ട്രോണിൻ്റെ എണ്ണം ആൻറ്റി ബോണ്ടിങ്ങിനേക്കാൾ കൂടുതലായിരിക്കണം. Then the molecule is stable. Then using the molecular orbital configuration, we can predict bond order of molecule. Bond order. Molecular orbital theory il bond order എന്ന് പറഞ്ഞാൽ it is the half of the difference between number of electrons in bonding and anti-bonding molecular orbitals. Bonding molecular orbital electron NB എന്ന് represent ചെയ്യാം, anti-bonding ഉള്ളത് Na. So bond order is half of the difference between number of electrons in bonding and anti-bonding molecular orbitals. അപ്പോൾ ഇതിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പറിന് ഡിഫറൻസ് ആണ് ബോണ്ട് ഓർഡർ എന്ന് പറയാം. ഓർബിറ്റലിൻ്റെ എണ്ണത്തിൻ്റെ ഡിഫറൻസ് അല്ല, അതിലുള്ള ഇലക്ട്രോണിൻ്റെ നമ്പർ, ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോണും മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺ, അതിൻ്റെ ഹാഫാണ് ബോണ്ട് ഓർഡർ എന്ന് പറയാം. ആൻഡ് ബോണ്ട് ഓർഡർ ഈസ് യൂസ് ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ യൂസ് ടു പ്രെഡിക്റ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. ബോണ്ട് ഓർഡറിൽ നിന്ന് നമുക്ക് പല ഇൻഫർമേഷൻസും കിട്ടും. അപ്പോൾ കോൺഫിഗറേഷനിൽ നമുക്ക് സ്റ്റെബിലിറ്റി പറയാം, അതുപോലെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ബോണ്ട് ഓർഡർ ഉപയോഗിച്ച് നമുക്ക് മോളിക്യൂളിൻ്റെ സ്റ്റെബിലിറ്റി, ബോണ്ട് ലെങ്ത്, ബോണ്ട് എൻതാൽപ്പി ഇതൊക്കെ കമ്പയർ ചെയ്യാം. അപ്പോൾ ബോണ്ട് ഓർഡറിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഫസ്റ്റ് അബൌട്ട് സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും? ബോണ്ട് ഓർഡർ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റെബിലിറ്റി പറയാം? നമ്മൾ പറഞ്ഞു NB എന്നേക്കാൾ കൂടുതലാണെങ്കിൽ സ്റ്റേബിളാണ്. വെൻ NB is greater than Na, molecule is stable. What about bond order? When NB is greater than Na, bond order is positive. ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആണെങ്കിൽ മോളിക്യൂൾ സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ അതാണ്. ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ്, മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ആൻഡ് വെൻ ഇറ്റ് ഈസ് 0 or negative, മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ. ബോണ്ട് ഓർഡർ 0യോ നെഗറ്റീവോ ആയിരുന്നാൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും. ദറ്റ് ഈസ് വൺ ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റെബിലിറ്റി. വെൻ ബോണ്ട് ഓർഡർ ഈസ് പോസിറ്റീവ്, മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. ഇഫ് ഇറ്റ് ഈസ് 0 or negative, മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ. Then another is an integral bond order indicates number of covalent bond between atoms. ബോണ്ട് ഓർഡറിന് ഏത് വാല്യൂവും വരാം. ബോണ്ട് ഓർഡർ ഇൻ്റഗ്രൽ വാല്യൂസ് ആണെങ്കിൽ 1, 2, 3 അങ്ങനെയുള്ള ഇൻ്റഗ്രൽ നമ്പേഴ്സ് ആണെങ്കിൽ ദാറ്റ് റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ്. ആറ്റത്തിനിടയിൽ എത്ര കോവലന്റ് ബോണ്ട് ഉണ്ട്? നമ്മൾ ലൂയിസ് റെപ്രസെൻറ്റേഷനിൽ പറഞ്ഞിരുന്നു ബോണ്ട് ഓർഡർ റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ്. അപ്പോൾ ഇവിടെയും if bond order is integral value, that indicates number of covalent bonds. So that indicates number of covalent bonds. Bond order 1 ആണെങ്കിൽ single bond, 2 ആണെങ്കിൽ double bond, 3 ആണെങ്കിൽ triple bonds. Then another information from bond order is we can compare bond length. ബോണ്ട് ഓർഡർ കൂടുക എന്ന് പറഞ്ഞാൽ കോവലന്റ് ബോണ്ടിൻ്റെ എണ്ണം കൂടും, സിംഗിൾ, ഡബിൾ, ട്രിപ്പിൾ ആവും. അതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് എന്ത് വരും? ബോണ്ട് ലെങ്ത് ഡിക്രീസസ്.
നേരത്തെ പഠിച്ചതാണ്. ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബോണ്ട് ലെങ്ത് ഡിക്രീസസ്. സോ ബോണ്ട് ലെങ്ത് കമ്പാരിസൺ, ബോണ്ട് ലെങ്ത് അതുമായിട്ട് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും. ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബോണ്ട് ലെങ്ത് ഡിക്രീസസ്. ഇനി അതുപോലെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് മാഗ്നറ്റിക് നേച്ചർ ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് മോളിക്യൂൾ. മോളിക്യൂളിൻ്റെ മാഗ്നറ്റിക് നേച്ചർ പ്രെഡിക്റ്റ് ചെയ്യാം മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്നും. മാഗ്നറ്റിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ചാൽ മോളിക്യൂൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാരാമാഗ്നറ്റിക്. ദേ ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കാന്തിക മണ്ഡലത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന മോളിക്യൂൾസ് എന്ത് പറയും? പാരാമാഗ്നറ്റിക് എന്ന് പറയും. മോളിക്യൂൾസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇനി അതേസമയം മാഗ്നറ്റിക് ഫീൽഡിൽ വികർഷിക്കപ്പെടുന്ന മോളിക്യൂൾസ് അല്ലെങ്കിൽ ദേ ആർ റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്, ദേ ആർ കോൾഡ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് മോളിക്യൂൾസ് പറയും. ദാറ്റ് ആർ റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ്. കാന്തിക മണ്ഡലത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് പാരാമാഗ്നറ്റിക് എന്നും അതിൽ നിന്ന് വികർഷിക്കപ്പെടുന്നതിന് ഡയാമാഗ്നറ്റിക് മോളിക്യൂൾസ് എന്നും പറയും. ഇപ്പോൾ പാരാമാഗ്നറ്റിക് ആവണമെങ്കിൽ, ഒരു മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആവണമെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് വേണം. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ, കോൺഫിഗറേഷനിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതേസമയം എല്ലാ ഇലക്ട്രോൺസും, എല്ലാ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്, ദാറ്റ് ഈസ് റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇപ്പോൾ കോൺഫിഗറേഷനിൽ നിന്നും നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്നും അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിനനുസരിച്ച് മാഗ്നറ്റിസം പ്രെഡിക്റ്റ് ചെയ്യാം. സോ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ attracted by magnetic field and possess unpaired electrons, and diamagnetic substances are repelled by magnetic field and there is all electrons are paired. അപ്പോൾ കോൺഫിഗറേഷനിൽ നിന്നും നമുക്ക് മാഗ്നറ്റിസം പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിക് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വി ക്യാൻ predict stability of molecule. If NB is greater than Na, molecule is stable. Then we can calculate bond order. This is half of the difference between number of electrons in bonding and anti-bonding molecular orbitals. And if bond order is positive, molecule is stable. If it is 0 or negative, molecule is unstable. Then using bond order, an integral value of bond order indicates number of covalent bonds. Then bond order is, as bond order increases, bond length decreases. Then magnetic nature of molecule can be predicted using molecular orbital configuration. For paramagnetic substance, they are attracted towards magnetic field and diamagnetic substance are repelled by magnetic fields. Paramagnetic substance possesses unpaired electrons and diamagnetic all electrons are paired. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയാണ് പഠിച്ചത്. അതിൻ്റെ ഡിഫറെൻറ്റ് പോസ്റ്റുലേറ്റ്സ്, അതുപോലെ അതിൻ്റെ ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ LCAO മെത്തേഡ്, എനർജി കമ്പാരിസൺ, അതുപോലെ കണ്ടീഷൻസ് ഫോർ formation of molecular orbitals, then types of molecular orbitals, sigma and pi molecular orbitals, then energy order of molecular orbitals, then electronic configuration, molecular behavior എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, ബോണ്ട് ഓർഡർ, അതിൽ നിന്ന് കിട്ടുന്ന ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നന്നായി ശ്രദ്ധിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.